അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ജീവിതം സാധാരണയായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തുടങ്ങുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇവർ ജനിക്കുന്നത് കേതുദശയിലാണ്. കേതു എന്ന ഗ്രഹം വിട്ടുവീഴ്ച, അകത്തേക്ക് തിരിയൽ, ആത്മപരിശോധന, പഴയ കർമ്മഫലങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുകൊണ്ടുതന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ബാല്യത്തിൽ തന്നെ ഒരു പ്രത്യേകമായ മാനസിക അവസ്ഥ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഇവർക്ക് അവരുടെ ചുറ്റുപാടിലുള്ള ആളുകൾക്കിടയിൽ ഇരുന്നാലും ഒരു ഒറ്റപ്പെട്ടതായുള്ള അനുഭവമുണ്ടാകും. ഇവർക്ക് ഉള്ളിൽ ഒരു ശൂന്യത പോലെ തോന്നാം. അതിന് വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ പലപ്പോഴും കഴിയാറില്ല. ഇത് ദുർബലതയല്ല, മറിച്ച് അവരുടെ മനസ്സിന്റെ ആഴം കൂടിയതിന്റെ ഒരു ലക്ഷണമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിത പാറ്റേൺ സാധാരണയായി മന്ദഗതിയിലുള്ള തുടക്കവും പിന്നീട് ശക്തമായ ഉയർച്ചയുമാണ്. ബാല്യവും യുവാവസ്ഥയുടെ ആദ്യഘട്ടവും തിരച്ചിലും ആശയക്കുഴപ്പവും നിറഞ്ഞതായിരിക്കും. അവർ എന്താണ് ചെയ്യേണ്ടത്, ഏതു വഴി തിരഞ്ഞെടുക്കണം, എന്താണ് അവരുടെ ലക്ഷ്യം എന്നതിൽ വ്യക്തത കുറവായിരിക്കും. പല കാര്യങ്ങൾ പരീക്ഷിച്ചിട്ടും ഒന്നിലും തൃപ്തി ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായേക്കാം. എന്നാൽ ഈ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ തിരച്ചിൽ തന്നെയാണ് അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. അവർ ജീവിതത്തെ വളരെ ആഴത്തിൽ കാണുന്നവരായി മാറുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു പ്രധാന ഗുണം അവരുടെ ഉള്ളിലെ ചിന്താശക്തിയും ആത്മപരിശോധനയുമാണ്. ഇവർ സാധാരണ കാര്യങ്ങളെപ്പോലും ആഴത്തിൽ വിശകലനം ചെയ്യാൻ ശ്രമിക്കും. പുറത്ത് കാണിക്കുന്നതും ഉള്ളിൽ അനുഭവിക്കുന്നതും പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. അവർ പുറത്തേക്ക് സന്തോഷത്തോടെ പെരുമാറിയാലും ഉള്ളിൽ അവർ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്ക് തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നാം. ഇത് ഇവരെ ചിലപ്പോൾ ഒറ്റപ്പെടലിലേക്ക് നയിച്ചേക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് കേതുദശയ്ക്ക് ശേഷം വരുന്ന ശുക്രദശയിലാണ്. ശുക്രൻ സുഖം, സൗന്ദര്യം, സ്നേഹം, സാമ്പത്തിക പുരോഗതി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഈ സമയത്ത് ഇവരുടെ ജീവിതത്തിൽ സ്ഥിരതയും സമാധാനവും വരാൻ തുടങ്ങും. മുൻപ് അനുഭവിച്ച ആശയക്കുഴപ്പങ്ങൾ കുറയുകയും വ്യക്തത വർദ്ധിക്കുകയും ചെയ്യും. അവർ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ മുന്നോട്ടു പോകാൻ ആത്മവിശ്വാസം ലഭിക്കും. പഠനത്തിൽ, ജോലിയിൽ, ബന്ധങ്ങളിലെല്ലാം ഒരു പുരോഗതി കാണാൻ തുടങ്ങും. ഈ കാലഘട്ടം അശ്വതി നക്ഷത്രക്കാർക്ക് സുവർണകാലമായി കണക്കാക്കാം. ഈ സമയത്ത് ഇവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. അവർ മുൻപ് ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കാൻ തുടങ്ങും. സാമ്പത്തികമായി മെച്ചപ്പെടുകയും ജീവിതം കൂടുതൽ സൗകര്യപ്രദമാകുകയും ചെയ്യും. ബന്ധങ്ങളിൽ സ്ഥിരത വരും. വിവാഹം, ജോലി, താമസം എന്നിവയിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായി ഇവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ദിശയും ലക്ഷ്യവും വ്യക്തമായി മനസ്സിലാക്കാൻ തുടങ്ങും. ഇതുവരെ ഉണ്ടായിരുന്ന ഉള്ളിലെ ശൂന്യത കുറയുകയും ഒരു സമ്പൂർണതയുടെ അനുഭവമുണ്ടാകുകയും ചെയ്യും. എന്നാൽ ശുക്രദശയ്ക്ക് ശേഷം വരുന്ന സൂര്യദശയിൽ ചില പരീക്ഷണങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യൻ ആത്മവിശ്വാസം, അധികാരം, വ്യക്തിത്വം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ സമയത്ത് ഇവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കേണ്ട സാഹചര്യം വരാം. ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവും ചിലപ്പോൾ അതിരുകടന്ന ആത്മവിശ്വാസവും ഉണ്ടാകാം. ഈ ഘട്ടത്തിൽ സ്വയം നിയന്ത്രണം വളരെ പ്രധാനമാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അഹങ്കാരം നിയന്ത്രിക്കാനും ശ്രദ്ധിക്കണം. അശ്വതി നക്ഷത്രക്കാരുടെ പ്രശ്നഘട്ടങ്ങൾ സാധാരണയായി അവരുടെ ജീവിതത്തിന്റെ ആദ്യ ഭാഗത്തും സൂര്യദശയുടെ ആരംഭത്തിലും കൂടുതലായിരിക്കും. ബാല്യത്തിലുള്ള ഒറ്റപ്പെട്ടതും യുവാവസ്ഥയിലെ ആശയക്കുഴപ്പവും ഇവരെ മാനസികമായി ബാധിക്കാം. എന്നാൽ ഈ ഘട്ടങ്ങൾ താൽക്കാലികമാണ്. അവർക്ക് അവരുടെ ജീവിതം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഘട്ടങ്ങളാണ് ഇവ. ഈ ഘട്ടങ്ങൾ കടന്നുപോയ ശേഷം ഇവർ കൂടുതൽ ശക്തരായും വ്യക്തതയുള്ളവരായും മാറും. പരിഹാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനമായ പരിഹാരം മനസ്സിന്റെ സ്ഥിരതയാണ്. ആത്മവിശ്വാസം നിലനിർത്തുക, നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മാറി നിൽക്കുക, സ്വയം വിശ്വാസം വളർത്തുക എന്നിവ വളരെ പ്രധാനമാണ്. ഗണപതി പ്രാർത്ഥന ഇവർക്ക് ഏറെ ഗുണകരമാണ്. ചൊവ്വാഴ്ചകളിൽ ലളിതമായ പ്രാർത്ഥനകളും ദാനങ്ങളും ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി മനസ്സിൽ വിശ്വാസമുണ്ടാകണം. പരിഹാരങ്ങൾ ജീവിതം മാറ്റാൻ സഹായിക്കുന്ന ഒരു പിന്തുണയാണ്. എന്നാൽ പരിശ്രമവും ശരിയായ തീരുമാനങ്ങളും അതിനൊപ്പം വേണം. അശ്വതി നക്ഷത്രക്കാരുടെ ഒരു വലിയ ശക്തി അവരുടെ ഉള്ളിലെ ആഴമാണ്. അവർ അനുഭവിക്കുന്ന ശൂന്യതയും തിരച്ചിലും പിന്നീട് അവരുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. അവർ ജീവിതത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നവരായി മാറും. ഒരിക്കൽ അവർ അവരുടെ വഴിയെ അവർ
അവരുടെ വഴിയെ കണ്ടെത്തിയാൽ അവർ വളരെ വേഗത്തിൽ മുന്നോട്ടു പോകും. അവർ നേടുന്ന വിജയം സ്ഥിരമായിരിക്കും. കാരണം അത് ആഴത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നാണ് വരുന്നത്. അവസാനമായി ഒരു കാര്യം ഓർക്കണം. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതം വൈകിയാണ് പൂത്തുലയുന്നത്. പക്ഷേ അവർ പൂത്തുലയുമ്പോൾ അത് വളരെ മനോഹരമായിരിക്കും. അവരുടെ സമയം വരുമ്പോൾ അവർ നേടിയെടുക്കുന്ന വിജയം ഉറപ്പായും സ്ഥിരമായിരിക്കും. അതുവരെ ക്ഷമയോടെ മുന്നോട്ടു പോകണം. അവരുടെ ഉള്ളിലെ ശക്തിയെ വിശ്വസിക്കണം. ഓരോ അനുഭവവും ഒരു പാഠമായി സ്വീകരിക്കണം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു സന്ദേശം മാത്രം: നിങ്ങളുടെ ജീവിതം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകവുമാകുന്നത്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ശൂന്യതയും ആശയക്കുഴപ്പവും താൽക്കാലികമാണ്. നിങ്ങളുടെ സമയം വരും. അത് വൈകിയാലും അത് ഉറപ്പായും വരും. ആ സമയത്ത് നിങ്ങൾ നേടിയെടുക്കുന്ന സന്തോഷവും സമാധാനവും വളരെ ആഴമുള്ളതായിരിക്കും. അതുവരെ ധൈര്യത്തോടെ മുന്നോട്ടു പോകുക. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നന്ദി.